ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിലെ പ്രതി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന്റെ ജാമ്യഹർജി വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കട്ടിളപ്പാളി കേസിൽ ജാമ്യം തേടിയാണ് പത്മകുമാർ ജാമ്യഹർജി സമർപ്പിച്ചത്. ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡ് തുടരും. കഴിഞ്ഞ നവംബർ 20-ാം തീയതിയാണ് ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ A. പത്മകുമാർ അറസ്റ്റിലാകുന്നത്. പിന്നാലെ ദ്വാരപാലക ശില്പ കേസിലും SIT അറസ്റ്റ് രേഖപ്പെടുത്തി. പത്തനംതിട്ടയിലെ CPMന്റെ മുതിർന്ന നേതാവ് കൂടിയാണ് A. പത്മകുമാർ. കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായി റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് ജാമ്യം തേടി വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ജാമ്യം ലഭിക്കാനാണ് സാധ്യത. അതേസമയം കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ ജയിൽ മോചിതനാകില്ല. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും N. വാസുവും അടക്കമുള്ളവർ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങിയിരുന്നു. 41-ാം ദിനം തന്ത്രിക്കും കോടതി ജാമ്യം നൽകി. പത്മകുമാറിനെതിരെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളടക്കം മൊഴി നൽകിയിരുന്നു. എല്ലാം പ്രസിഡന്റായിരുന്ന പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് നടന്നതെന്നായിരുന്നു മൊഴി. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കർദാസ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ജാമ്യഹർജി 23-നാണ് വിജിലൻസ് കോടതി പരിഗണിക്കുക. ജനം, കൊല്ലം.